എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട തേങ്ങ ചുട്ടരച്ച ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ആദ്യം നമുക്ക് വെള്ളം വറ്റിയ ഒരു നാളികേരം എടുക്കാം. അതിങ്ങനെ നമുക്ക് ചിരട്ടയിൽ നിന്ന് മാറ്റിയെടുത്തതിന് ശേഷം എന്തുകൊണ്ടെങ്കിലും ഇങ്ങനെയൊന്ന് കുത്തിയിട്ട് നമുക്ക് തീയിൽ വെച്ച് അതിനെ ഒന്ന് ചുട്ടെടുക്കണം. ഇതുപോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഒരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇനി വേണ്ടത് ചെറിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, പുളി. അപ്പോൾ നമ്മൾ തേങ്ങ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തു. വറ്റൽമുളക് ചുട്ടെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നിലക്കടലയും എടുത്തു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. ചമ്മന്തി ആകുമ്പോൾ നന്നായി അരയ്ക്കാതെ വേണം എടുക്കാൻ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. പാകത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ പാകത്തിൽ അരച്ചെടുത്താൽ മതി. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റി ഇനി നമുക്കിതിലൊന്ന് കടുക് വറുത്തിടാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീനച്ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കാം. കറിവേപ്പില കൂടെ ചേർക്കാം. ഇങ്ങനെയും കൂടി ചെയ്യുമ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് ഇരട്ടിയാകും. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.